ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ മൺസൂൺ ഹെയർ കെയർ റുട്ടീൻ ആണ്. അപ്പോൾ നമ്മുടെ ചലഞ്ച് ഒക്കെ കഴിഞ്ഞു. അപ്പോൾ ഇനി ഒരു മഴക്കാലത്ത് ഉപയോഗിക്കാൻ പറ്റിയ പാക്കുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു 7 ഡേയ്സ് റുട്ടീൻ ഞാൻ സെറ്റ് ചെയ്ത് തരാം കേട്ടോ. അപ്പോൾ കാലാവസ്ഥയൊക്കെ മാറിയതുകൊണ്ട് തന്നെ ചിലർക്ക് മുടി കൊഴിച്ചിലൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഈ ഒരു റുട്ടീൻ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും റിസൾട്ട് കിട്ടും. പിന്നെ അതിന്റെ കൂട്ടത്തിൽ തന്നെ ഈ ഒരു മഴക്കാലത്ത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, മുടിയിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല, അങ്ങനത്തെ കാര്യങ്ങളും കൂടി ഞാൻ പറഞ്ഞുതരാം. അങ്ങനെ വലിയ കാര്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ, സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ കുറേ പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ് സ്കൂൾ ഹെയർ കെയർ റുട്ടീൻ ഒന്ന് പറഞ്ഞു തരുമെന്ന് കുറച്ച് നാളായിട്ട് എന്നോട് കുറേ പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയുടെ കൂടെ ഞാൻ ചെയ്യാമെന്നാണ് കരുതിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു വീഡിയോയുടെ കൂടെ അതും കൂടി ഞാൻ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ഒരുപാട് ലെങ്ത് ആവും കേട്ടോ, അല്ലെങ്കിൽ തന്നെ ഞാൻ ഒരുപാട് സംസാരിക്കുന്നു എന്നൊക്കെ കുറച്ച് പേർക്ക് പരാതിയുണ്ട്. അപ്പോൾ സ്കൂൾ ഹെയർ കെയർ റുട്ടീൻ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് എന്തായാലും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇപ്പോൾ നമുക്ക് മൺസൂൺ ഹെയർ കെയർ റുട്ടീൻ ചെയ്യാം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ ചലഞ്ച് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ മുടിയൊക്കെ അളന്ന് വെച്ചിട്ടൊക്കെ ആയിരുന്നു നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റിസൾട്ട് ഞാൻ കാണിച്ചു തന്നിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഒരുപാട് പേര് മുടിയൊക്കെ അളന്ന് വെച്ചിട്ടുണ്ട് എന്ന് എനിക്കറിയാം. നിങ്ങളുടെ റിസൾട്ട് നിങ്ങൾ എന്തായാലും പറയണം കേട്ടോ. അപ്പോൾ എൻ്റെ റിസൾട്ട് എന്താണെന്നുള്ളത് ഞാനിപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ 1 മാസം എന്ന് പറഞ്ഞിട്ട് നമ്മൾ 1.5 മാസമായിട്ട് നമ്മുടെ ചലഞ്ച്. അപ്പോൾ 1.5 മാസത്തെ ഒരു റിസൾട്ടാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ മുടിയുടെ ടെക്സ്ചർ പറയുകയാണെങ്കിൽ നമ്മൾ എന്തായാലും ചലഞ്ച് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മുടിയുടെ ടെക്സ്ചറൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ടാവും കേട്ടോ. പിന്നെ കുറേ പേർക്ക് മുടി കൊഴിച്ചാൽ താരൻ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ മാറിയിട്ടുണ്ട് പറഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ എനിക്ക് അങ്ങനെ വലിയ രീതിയിൽ മുടി കൊഴിച്ചിലോ താരന്റെ പ്രശ്നം ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പൊ ഞാൻ അന്ന് മുടി അളന്ന് വെച്ച സമയത്ത് കറക്റ്റ് 20 ഇഞ്ചാണ് എന്റെ മുടി ഉണ്ടായിരുന്നത്. ഇപ്പൊ അളക്കുന്ന സമയത്ത് 22 അങ്ങനെ കറക്റ്റ് ആയിട്ട് ഇല്ല കേട്ടോ. ഞാനൊരു 21.25 ഞാൻ ഇതിനകത്ത് കൂട്ടുന്നുള്ളൂ. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു 1.25 ഇഞ്ചാണ് എനിക്ക് 1.5 മാസം കൊണ്ട് മുടി വളർന്നിട്ടുള്ളത്. അപ്പൊ കുറച്ച് ചെറിയൊരു അളവ് ഞാൻ അങ്ങോട്ട് വിട്ട് കളയാണ് കേട്ടോ. അപ്പൊ 21.25 ഇപ്പൊ എന്റെ ഹെയർ ഉള്ളത്. അപ്പൊ ഒരു 1.5 മാസം കൊണ്ട് 1.25 ഇഞ്ച് എന്ന് പറയുന്നത് ഒരു റീസണബിൾ ആയിട്ടുള്ള നല്ലൊരു ഹെയർ ഗ്രോത്ത് തന്നെയാണ്. പിന്നെ എല്ലാവർക്കും അങ്ങനെ ആവണമെന്ന് ഒരു നിർബന്ധവും ഇല്ല കേട്ടോ. ഇപ്പൊ എന്റെ ഹെയർ ഗ്രോത്ത് ആയിരിക്കില്ല നിങ്ങൾക്ക് ഉണ്ടാവുന്നത്. ചിലവർക്കൊക്കെ ഇപ്പൊ നല്ല രീതിയിൽ ഹെയർ ഗ്രോത്ത് ഒക്കെ ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ ഒരു 2-2.25 വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. അപ്പൊ നിങ്ങളുടെ എത്രയാണ് നിങ്ങൾക്ക് വ്യത്യാസം വന്നിട്ടുള്ളത് എന്നുള്ളത് എന്തായാലും കമന്റ് ചെയ്യണം കേട്ടോ. അതിപ്പോ നിങ്ങൾക്ക് വലിയ രീതിയിൽ വ്യത്യാസം വന്നിട്ടില്ലെങ്കിൽ കൂടിയും അതും കൂടി നിങ്ങൾ കമന്റ് ചെയ്യണം. എന്നാലേ നമുക്ക് നമ്മുടെ ചലഞ്ച് കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ അങ്ങനെയൊക്കെ നമുക്ക് അറിയാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പൊ എന്റെ ഹെയർ ഗ്രോത്ത് എന്ന് പറയുന്നത് 1.25 ഇഞ്ചാണ് കേട്ടോ, 1.5 മാസം കൊണ്ട്. അപ്പൊ നിങ്ങളത് എന്തായാലും നിങ്ങൾ കമന്റ് ചെയ്യണം, ജെന്യുവൻ ആയിട്ട് തന്നെ നിങ്ങൾ അത് പറയണം കേട്ടോ. അപ്പൊ ഇനി നേരെ നമുക്ക് നമ്മുടെ റുട്ടീനിലേക്ക് പോവാട്ടോ. അതിന് മുമ്പായിട്ട് മഴക്കാലത്ത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് ഞാനൊന്ന് ചുരുക്കി പറയാം. ഞാൻ പറഞ്ഞല്ലോ വലിയ ഒരുപാട് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. മഴക്കാലത്ത് ഏറ്റവും കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മുടി ഉണങ്ങുന്നതാണ് കേട്ടോ. നമ്മൾ മുടി ഉണക്കാൻ വേണ്ടി പരമാവധി ശ്രദ്ധിക്കുക. നമ്മൾ എപ്പോഴും എന്താ പറയുക, തണുപ്പാണ്, അപ്പോൾ ഉണങ്ങാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ഈ 2 നേരമൊക്കെ മുടിയൊക്കെ കഴുകുന്നവരൊക്കെ ആണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ, മുടി ഒന്ന് ഉണക്കി എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പൊ ഏറ്റവും നല്ലത് ഒന്നിടവിട്ട ദിവസങ്ങളിൽ മുടി കഴുകുന്നതായിരിക്കും. പക്ഷെ എല്ലാവരും ഒന്നിടവിട്ട ദിവസങ്ങളിൽ മുടി കഴുകണം എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. അങ്ങനെ പറ്റുന്നവരാണെങ്കിൽ ഒന്നിടവിട്ട ദിവസങ്ങളിൽ മുടി കഴുകുകയാണെങ്കിൽ നമുക്ക് ആ മുടി ഒന്ന് ഉണക്കി എടുക്കാൻ വേണ്ടി പറ്റും. മഴക്കാലത്ത് ഏറ്റവും കൂടുതൽ നമ്മുടെ മുടിയിൽ വരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ താരന്റെ പ്രശ്നം, മുടിക്കായ, അങ്ങനെയൊക്കെയാണ് വരിക. അങ്ങനെ വരാൻ തന്നെ കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈ നനഞ്ഞ മുടി കെട്ടി വെക്കുന്നതുകൊണ്ടാണ് മെയിൻ ആയിട്ട് ആ ഒരു കാര്യം വരുന്നത്. അപ്പൊ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം മുടി നന്നായിട്ട് ഉണക്കി എടുക്കാൻ വേണ്ടി നന്നായി ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ ഈ ഒരു സമയത്ത് നമ്മൾ ഹെവി ആയിട്ടുള്ള ഹെയർ പാക്കുകൾ ഡെയിലി ഉപയോഗിക്കുക അങ്ങനെയൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല. ഈ ഒരു സമയത്ത് ലൈറ്റ് ആയിട്ടുള്ള പാക്കുകൾ മാത്രമേ നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഒന്നാമത് നമ്മുടെ മുടി ഉണങ്ങില്ല, അതിന്റെ കൂട്ടത്തിൽ നമ്മളിങ്ങനെ ഹെയർ പാക്കുകൾ ഒരുപാട് തണുപ്പുള്ള ഒരുപാട് എന്താ പറയുക ഹെവി ആയിട്ടുള്ള ഹെയർ പാക്കുകളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടി ഉണങ്ങാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ പറയുന്നത്. അപ്പോൾ ഹെവി ആയിട്ട് പാക്കുകൾ ഉപയോഗിക്കാതെ ലൈറ്റ് ആയിട്ടുള്ള ഒരു ഗ്യാപ്പ് കൊടുത്തിട്ട് പാക്കുകൾ ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അങ്ങനെയാണ് കേട്ടോ നമ്മുടെ റുട്ടീനും ഞാനിന്ന് സെറ്റ് ചെയ്തിട്ടുള്ളത്. ആ ഒരു രീതിയിൽ തന്നെയാണ് റുട്ടീൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഫുഡിന്റെ കാര്യം തന്നെയാണ്. ഞാൻ എപ്പോഴും പറയലുണ്ട്, നമ്മൾ പുറമേക്ക് ഇങ്ങനെ പാക്കുകൾ തേക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് നമ്മൾ ഉള്ളിലേക്ക് കൊടുക്കുന്ന ഫുഡ് നന്നായിട്ട് ശ്രദ്ധിക്കുകയാണെങ്കിൽ അതിനേക്കാളും റിസൾട്ട് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ മഴക്കാലം തണുപ്പൊക്കെ ആകുമ്പോൾ നമ്മൾ വെള്ളം കുടി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കാതെ പോകും. വേനൽക്കാലം ചൂടൊക്കെ ആകുമ്പോൾ നമ്മൾ നന്നായിട്ട് വെള്ളം കുടിക്കുമല്ലോ. അപ്പോൾ ഈ ഒരു സമയത്ത് നന്നായിട്ട് വെള്ളം കുടിക്കാനും ഫുഡിന്റെ കാര്യത്തിലൊക്കെ ചെറിയ രീതിയിലൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് നന്നായിട്ട് ഒരു നല്ലൊരു റിസൾട്ട് കിട്ടാനായിട്ട് നന്നായിട്ട് സഹായിക്കും കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ മഴക്കാലത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അങ്ങനെ പ്രത്യേകിച്ച് വലിയ കാര്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ ശ്രദ്ധിക്കാനില്ല. പിന്നെ മുടി കഴുകുന്ന സമയത്ത് മുടി കഴുകുന്ന വെള്ളം നിങ്ങൾ ഒരു ചെറു ചൂടുവെള്ളം ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഒരുപാട് ചൂടോടെ ഉപയോഗിക്കരുതെന്ന് മാത്രമേ ഉള്ളൂ. ഈ തണുപ്പായതുകൊണ്ട് തണുത്ത വെള്ളം മുടിയിലേക്ക് ഉപയോഗിക്കുന്നതിനെക്കാട്ടും ഒരു ചെറു ചൂടുവെള്ളം, അങ്ങനെ ഹെയർ ഗ്രോത്ത് ഉണ്ടാവാൻ വേണ്ടി ചെറു ചൂടുവെള്ളം ഉപയോഗിക്കാനല്ല ഞാൻ പറയുന്നത്. കുറച്ച് പേര് എന്നോട് കമന്റോട് ചോദിച്ച കാര്യമാണ് വെള്ളം തലയിലേക്ക് ഒഴിക്കുമ്പോഴത്തേക്ക് നമുക്കിങ്ങനെ തലവേദന പോലെ വരുന്നു, അങ്ങനെ താരനൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ ഒരു ചെറു ചൂടുവെള്ളത്തിൽ നമ്മൾ തല കഴുകുന്നത് നല്ലതാണ് കേട്ടോ. അപ്പൊ അത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ഇനി ഞാൻ റുട്ടീൻ സെറ്റ് ചെയ്ത് തരാം, ഏതൊക്കെ പാക്കുകൾ ഉപയോഗിക്കണം അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ റുട്ടീൻ സെറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഞാനൊരു കാര്യം പറയാം. നമ്മൾ ഈ 7 ഡേയ്സ് റുട്ടീൻ സെറ്റ് ചെയ്തിട്ട് ഇത് തന്നെ കറക്റ്റ് ഇത് ഇന്ന ദിവസം ഇന്നത് തന്നെ ഫോളോ ചെയ്യണം, ഇന്നത് ഫോളോ ചെയ്തില്ലെങ്കിൽ പ്രശ്നം അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. നിങ്ങൾക്ക് പറ്റുന്നത് പോലെ നിങ്ങൾ ചെയ്യും. ഇപ്പോൾ ഒരു ദിവസം നിങ്ങൾക്ക് പാക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഒരു പ്രശ്നമില്ല, അന്നത്തെ ദിവസം വിടുക.
അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കറക്റ്റ് ആയിട്ട് എന്താ ഒരു റൂട്ടീൻ ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു ഓർഡറാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇത് തന്നെ ചെയ്യണം എന്ന് ഒരു നിർബന്ധമില്ല. ഇപ്പം ഞാൻ പറഞ്ഞു തരുന്ന പാക്കുകൾ നിങ്ങൾക്ക് പറ്റില്ല എന്നാണെങ്കിൽ അത് മാറ്റിയിട്ട് വേറെ പാക്ക് ചെയ്യുന്നതുകൊണ്ടും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ ഒരാൾ എന്നോട് കമന്റോടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അജി ഇങ്ങനെ റുട്ടീനൊക്കെ ഫോളോ ചെയ്ത് ഇത് കറക്റ്റ് ആയിട്ട് തന്നെയാണോ ഫോളോ ചെയ്ത് പോകുന്നത്, ഒരു ദിവസം പോലും മുടക്കാറില്ല, അങ്ങനെയൊക്കെ ഒരാൾ എന്നോട് കമന്റോടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ റുട്ടീൻ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഇത് ഫോളോ ചെയ്യാറുണ്ട്. ഒരാഴ്ചയൊക്കെ കറക്റ്റ് ആയിട്ട് ഞാൻ ഫോളോ ചെയ്യും. പിന്നെ ഒരു ദിവസമൊക്കെ എനിക്ക് പറ്റില്ല എന്ന് തോന്നിയാണെങ്കിൽ ഞാൻ അന്നത്തെ ദിവസം വിടും കേട്ടോ. അങ്ങനെ എല്ലാ ദിവസവും ഞാൻ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുക അങ്ങനെയൊന്നും ഇല്ലാട്ടെ. എനിക്ക് പറ്റില്ല എന്ന് തോന്നുന്ന ദിവസം ഞാൻ വെറുതെ വിടാറുണ്ട്. അങ്ങനെ ഞാൻ പറഞ്ഞ പോലെ ഇന്നത് ചെയ്യണം അങ്ങനത്തെ നിർബന്ധങ്ങളൊന്നും തന്നെ ഇല്ല കേട്ടോ. നമുക്ക് പറ്റുന്നത് പോലെ നമ്മുടെ സാഹചര്യവും നമ്മുടെ ആരോഗ്യമൊക്കെ നോക്കിയിട്ട് പറ്റുന്നത് പോലെ നിങ്ങൾ ചെയ്താൽ മതി. അപ്പോൾ റുട്ടീനൊക്കെ ഞാനിവിടെ എഴുതി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഓരോ ദിവസം ഏതൊക്കെ പാക്കുകൾ ചെയ്യണം അങ്ങനത്തെ കാര്യങ്ങൾ ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മൾ റുട്ടീൻ സെറ്റ് ചെയ്യുന്നത് തന്നെ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, എല്ലാ ദിവസവും ഹെവി ആയിട്ടുള്ള പാക്ക് ചെയ്യുക അങ്ങനെ ചെയ്യുന്ന നമ്മുടെ മുടിക്ക് ഒട്ടും നല്ലതല്ല. അപ്പോൾ ഏത് ദിവസം ഏത് പാക്ക് ചെയ്യണം അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മളിപ്പോൾ ഒരുപാട് റുട്ടീൻ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അറിയാം ഏതൊക്കെ ദിവസം ഏതൊക്കെ പാക്കുകൾ ചെയ്യാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാം. അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഡേ 1 ഡേ 2 എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞുതരാം. എഴുതി വെക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഴുതി വെക്കാം കേട്ടോ. ഇതിൻ്റെയൊക്കെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏതൊക്കെ പാക്കാന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ നല്ല കാറ്റാണ് കേട്ടോ, ചെറുതായിട്ട് മഴയും ചാറുന്നുണ്ട്. അപ്പം ഞാൻ ഇനി ഓരോന്നായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് ഡേ 1 ചെയ്യേണ്ട കാര്യം ഞാൻ ആദ്യം പറഞ്ഞുതരാം കേട്ടോ. ഡേ 1 എന്താണെന്ന് വെച്ചാൽ ഏറ്റവും നല്ലത് നമ്മൾ ഡീപ്പ് ഹെയർ ഓയിലിംഗ് ചെയ്യാം. ആഴ്ചയിൽ ഒരു ദിവസം മാത്രമല്ലേ നമ്മൾ ഡീപ്പ് ഹെയർ ഓയിലിംഗ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഡേ 1 നന്നായിട്ട് മുടിയിൽ ഓയിൽ തേക്കാം. നിങ്ങളിപ്പോൾ ഏത് ഓയിലാണോ മുടിയിൽ ഉപയോഗിക്കുന്നത് അത് നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. അത് എടുത്തിട്ട് നിങ്ങൾക്ക് ഈ ഒരു തണുപ്പായതുകൊണ്ട് തന്നെ ഹോട്ട് ഓയിൽ മസാജ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. കുറച്ച് കാസ്റ്റർ ഓയിലൊക്കെ ചേർത്തിട്ട് ഹോട്ട് ഓയിൽ മസാജ് ചെയ്തിട്ട് നന്നായിട്ട് മുടിയിലൊക്കെ പിന്നെ ഓയിൽ തേച്ച് മസാജൊക്കെ ചെയ്തിട്ട് അന്നത്തെ ദിവസം നിങ്ങൾക്ക് ഷാമ്പു ഉപയോഗിച്ചിട്ട് മുടി കഴുകുക കേട്ടോ. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് ഷാമ്പു വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. മൈൽഡ് ആയിട്ടുള്ള ഒരു ഷാമ്പു ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. കെമിക്കൽ ഷാമ്പു ഉപയോഗിക്കുമ്പോൾ അതിന്റെ കൂട്ടത്തിൽ ഒരു കണ്ടീഷണറും കൂടി ഉപയോഗിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ ആഴ്ചയിൽ ഒരു ദിവസം മാത്രമേ നമ്മുടെ മുടിയിൽ നമ്മൾ കെമിക്കൽ ഷാമ്പു ഉപയോഗിക്കുന്നുള്ളൂ. അങ്ങനെ ഉപയോഗിക്കുന്നതാണ് കേട്ടോ നമ്മുടെ മുടിക്ക് ഏറ്റവും നല്ലത്. ഡെയിലി നമ്മുടെ മുടിയിൽ കെമിക്കൽ ഷാമ്പു ഉപയോഗിക്കുന്നത് നമ്മുടെ മുടിക്ക് അത്ര നല്ലതല്ല. അപ്പോൾ ആദ്യത്തെ ദിവസം ഡേ 1 ഡീപ്പ് ഹെയർ ഓയിലിംഗ് ചെയ്യുക, ഷാമ്പു ഉപയോഗിച്ചിട്ട് മുടി കഴുകുക, അത്ര മാത്രം നിങ്ങൾ ചെയ്താൽ മതി. പിന്നെ ഈ റുട്ടീനിൽ ശ്രദ്ധിക്കേണ്ട കാര്യം മോർണിംഗ് ഹെയർ കെയറും നൈറ്റ് ഹെയർ കെയറും നിങ്ങൾ ചെയ്തു കൊടുക്കണം കേട്ടോ. മോർണിംഗ് ഹെയർ കെയറും നൈറ്റ് ഹെയർ കെയറും എന്താണെന്നൊക്കെ നിങ്ങൾക്ക് അറിയാം. ഹെയർ സെറോക്ക് ഉപയോഗിക്കുന്നവരൊക്കെ ആണെങ്കിൽ മുടിയിൽ കുറച്ച് ഹെയർ സെറോക്ക് നൈറ്റ് കിടക്കുന്നതിന് മുമ്പും രാവിലെയൊക്കെ കുറച്ച് തേച്ച് കൊടുക്കുന്നത് നമ്മുടെ മുടിയുടെ ആ ഒരു ഡ്രൈനെസ് മാറ്റാനും സ്പ്ലിറ്റൻസ് ഒക്കെ വരാതിരിക്കാനായിട്ട് അത് നന്നായിട്ട് സഹായിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ ഡേ 1 ചെയ്യേണ്ട കാര്യം. ഇനി അടുത്തത് വരുന്നത് ഡേ 2 ആണ്. അപ്പോൾ ഡേ 2 നമ്മൾ മുടിയിൽ പാക്കുകളും കാര്യങ്ങളും ഒന്നും ചെയ്തു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഡേ 1 നമ്മൾ നന്നായിട്ട് ഓയിലൊക്കെ തേച്ച് ഷാമ്പൂ ഒക്കെ ഉപയോഗിച്ച് മുടി കഴുകിയതാണ്. അപ്പോൾ ഡേ 2 നമ്മുടെ മുടിയെ ഫ്രീ ആയിട്ട് വിടുക. അന്നത്തെ ദിവസം പാക്കുകളും കാര്യങ്ങളും ഒന്നും തന്നെ നിങ്ങൾ മുടിയിൽ ചെയ്തു കൊടുക്കേണ്ട. അപ്പോൾ നിങ്ങൾക്ക് ഇടവിട്ട ദിവസങ്ങളിൽ മുടി കഴുകാൻ കംഫർട്ട് ആയിട്ടുള്ളവർ ഡേ 2 മുടി കഴുകേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഡെയിലി മുടി കഴുകുന്നതാണ് നിങ്ങളുടെ കംഫർട്ട് എങ്കിൽ അന്നത്തെ ദിവസം വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് മുടിയിൽ ഓയിൽ തേച്ചിട്ട് വെറുതെ വെള്ളത്തിലൊന്ന് മുടി കഴുകി എടുത്താൽ മാത്രം മതി കേട്ടോ. പാക്കുകളോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾ ഡേ 2 യൂസ് ചെയ്യരുത്. പിന്നെ മോർണിംഗ് ഹെയർ കെയറും നൈറ്റ് ഹെയർ കെയറും നിങ്ങൾ കാര്യമായിട്ട് തന്നെ അന്നത്തെ ദിവസം ചെയ്തു കൊടുക്കുക. ഇനി അടുത്തത് ഡേ 3 ആണ്. അപ്പോൾ ഡേ 3 ഞാൻ അങ്ങനെ വലിയ കാര്യമായിട്ടുള്ള ഹെവി ആയിട്ടുള്ള പാക്കുകൾ ഒന്നും തന്നെ ഞാൻ അന്നത്തെ ദിവസം സെലക്ട് ചെയ്തിട്ടില്ല കേട്ടോ. ഇത് ഞാനും കൂടി ഫോളോ ചെയ്യുന്ന ഒരു റുട്ടീനാണ്. അപ്പോൾ ഞാൻ എനിക്ക് പറ്റുന്ന ഒരു രീതിയിൽ തന്നെയാണ് ഞാനിത് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അന്നത്തെ ദിവസം നിങ്ങൾക്ക് എന്താ പറയുക ലൈറ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു പാക്ക് ചെയ്യാട്ടോ. ലൈറ്റ് ആയിട്ടുള്ള പാക്ക് എന്ന് പറഞ്ഞാൽ അന്നത്തെ ദിവസം നിങ്ങൾക്ക് വേറെ പാക്കുകളൊന്നും ചെയ്യാൻ താല്പര്യമില്ല എന്നാണെങ്കിൽ താളി മാത്രമായിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. ഞാൻ അന്നത്തെ ദിവസം താളി ഉപയോഗിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചെമ്പരത്തി താളിയല്ല, നിങ്ങൾക്ക് വേറെ ഏത് താളിയാലും കുഴപ്പമില്ല. പാടത്താളി പിന്നെ വട്ടക്കുറുന്തോട്ടിയുടെ താളിയൊക്കെ ഞാൻ കാണിച്ചു തന്നില്ല. അപ്പോൾ അന്നത്തെ ദിവസം നിങ്ങൾക്ക് വേണമെങ്കിൽ താളി പാക്കായിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ മുടി കഴുകണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം. കുറച്ച് ഓയിൽ മുടിയിൽ തേക്കും. ഒരുപാട് ഓയിൽ നിങ്ങൾ തേക്കരുത്. കുറഞ്ഞ അളവിൽ ഓയിൽ എടുത്തിട്ട് മുടിയുടെ മേലെ കൂടെ ഒന്ന് തേച്ച് കൊടുത്തിട്ട് താളി ഉപയോഗിച്ചിട്ട് മുടി കഴുകാം. അല്ലെങ്കിൽ താളി ഒരു പാക്കായിട്ട് കുറച്ചു നേരം നിങ്ങളുടെ മുടിയിൽ വെച്ചിട്ട് അത് കഴുകിക്കളയാം. അന്നത്തെ ദിവസം അത്രമാത്രം ചെയ്താൽ മതി. പിന്നെ നിങ്ങൾക്കിപ്പോൾ വലിയ രീതിയിൽ ഹെവി ആയിട്ടുള്ള ഹെയർ ഫോൾ ഉള്ളവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ നമ്മുടെ ഉള്ളിയുടെ പാക്ക് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും കേട്ടോ. ഉള്ളി എന്ന് പറയുമ്പോൾ ചെറിയുള്ളി എടുക്കുക. ചെറിയുള്ളിയുടെ നീരെടുത്തിട്ട് അതിനകത്ത് കുറച്ച് കാസ്റ്റർ ഓയിൽ മിക്സ് ചെയ്തിട്ട് സ്കാൽപ്പിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് താളി എന്തെങ്കിലും ഉപയോഗിച്ച് കഴുകുക. അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. അല്ലെങ്കിൽ അന്നത്തെ ദിവസം തന്നെ നമ്മൾ ഉള്ളിയും പേരയിലും പിന്നെ തൈരും ഉപയോഗിച്ചൊരു പാക്ക് ചെയ്തിട്ടുണ്ട്. അതും ഏറ്റവും നല്ലതാണ് കേട്ടോ. അപ്പോൾ ഉള്ളിയും തൈരും പേരയിലും ഉപയോഗിച്ചിട്ടുള്ള പാക്കാണ് നിങ്ങൾ അന്നത്തെ ദിവസം ചെയ്യുന്നതെങ്കിൽ താളിയൊന്നും ഉപയോഗിച്ച് കഴിയേണ്ട ആവശ്യമില്ല. വെറുതെ വെള്ളത്തിൽ കഴുകിയാൽ മതി. പിന്നെ നമ്മുടെ ചെറിയുള്ളിയും കാസ്റ്റർ ഓയിലും ഉപയോഗിച്ചിട്ടുള്ള പാക്കാണെങ്കിൽ അന്നത്തെ ദിവസം താളി ഉപയോഗിച്ചിട്ട് മുടി കഴുകിയാൽ മാത്രമേ നമ്മുടെ മുടിയിലെ ആ ഒരു ഓയിലി ഫീൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ കേട്ടോ. അപ്പൊ ഇത് ഹെയർ ഫോൾ ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ഉള്ളിയുടെ പാക്കിംഗ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഹെയർ ഫോളിന്റെ പ്രശ്നമോ താരന്റെ പ്രശ്നമോ ഒന്നും ഇല്ലാത്തവരാണെങ്കിൽ അന്നത്തെ ദിവസം വെറും താളി മാത്രം നിങ്ങൾ ഉപയോഗിച്ചാൽ മതി. പിന്നെ അടുത്തത് ഡേ 4 നമ്മൾ മുടിയിൽ പാക്കുകളും കാര്യങ്ങളും ഒന്നും ചെയ്യാത്ത ദിവസമാണ്. ഡെയിലി ഹെയർ വാഷ് ചെയ്യുന്നവർക്ക് ചെയ്യാം കേട്ടോ. വെറുതെ വെള്ളത്തിൽ മുടി കഴുകിയാൽ മതി. മോർണിംഗ് ഹെയർ കെയറും നൈറ്റ് ഹെയർ കെയറും നിങ്ങൾ കാര്യമായിട്ട് തന്നെ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി അടുത്തത് വരുന്നത് ഡേ 5 ആണ്. അപ്പോൾ ഡേ 5 നമുക്ക് ലൈറ്റ് ആയിട്ടുള്ള ഒരു പാക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. മഴക്കാലം ആയതുകൊണ്ടാണ് ഞാൻ ഇത്രയ്ക്ക് സിമ്പിൾ ആയിട്ടുള്ള ഒരു ഹെയർ കെയർ റൂട്ടീൻ ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളത്.
അപ്പോൾ ഈ ഒരു സമയത്ത് പിന്നെ നമ്മൾ ഹെയർ ഗ്രോത്ത് വാട്ടർ അല്ലെങ്കിൽ ലിക്വിഡ് ഫോമിലുള്ള പാക്കുകൾ ഉപയോഗിക്കുന്നത് ഏറ്റവും നല്ലതാണ്. അപ്പോൾ ഡേ 5 നമുക്ക് അങ്ങനത്തെ ഒരു പാക്ക് നമുക്ക് സെലക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിനകത്ത് ഞാൻ 2-3 പാക്കുകൾ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഏതാണോ കംഫർട്ട് ആവുന്നത് അത് നിങ്ങൾ സെലക്ട് ചെയ്താൽ മതി. അപ്പോൾ ഈ ഒരു മഴക്കാലം ഈ ഒരു സമയത്ത് നമുക്ക് കരിഞ്ജീരകം ഉപയോഗിക്കുന്നത് ഏറ്റവും നല്ലതാണ് കേട്ടോ. നമുക്ക് ഹെയർ ഗ്രോത്തിന് ഏറ്റവും നല്ലതാണ്. നമ്മുടെ സ്കാൽപ്പ് നല്ല ഹെൽത്തി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് കരിഞ്ജീരകം നന്നായിട്ട് സഹായിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കരിഞ്ജീരകം വെള്ളം ഉപയോഗിക്കാം കേട്ടോ. കരിഞ്ജീരകം വെള്ളം തയ്യാറാക്കുന്ന വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഒന്നുമില്ല, ഒരു 2 സ്പൂൺ കരിഞ്ജീരകം എടുത്തിട്ട് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ച് തണുത്തിട്ട് അരിച്ചെടുത്തിട്ട് മുടിയിൽ ഉപയോഗിക്കുക. അത് ഉപയോഗിക്കുന്നത് ഏറ്റവും നല്ലതാണ് കേട്ടോ. അപ്പോൾ ഡേ 5 നിങ്ങൾക്ക് അത് ചെയ്യാം. ഇനി കരിഞ്ജീരകം നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റില്ല, മുടിക്ക് സ്യൂട്ട് ആവാത്തവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം പിന്നെ ഉലുവ ഉപയോഗിക്കാം. ഉലുവ ഉപയോഗിച്ചിട്ട് വെള്ളം തയ്യാറാക്കാം. ഉലുവ പിന്നെ ഗ്രാമ്പു ഒക്കെ ഇട്ടിട്ട് നമ്മൾ ഒരുപാട് ഹെയർ ഗ്രോത്ത് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഹെയർ ഗ്രോത്ത് വീഡിയോസ് അല്ല, ഹെയർ ഗ്രോത്ത് വാട്ടർ നമ്മൾ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്തിട്ട് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഡ്രൈ ഹെയറുകാരാണ്, ഡ്രൈ ഹെയറിന് വല്ലാത്ത രീതിയിൽ പ്രശ്നമുണ്ട്, സ്പ്ലിറ്റൻസിന്റെ പ്രശ്നമുണ്ട്, മുടി പൊട്ടിപ്പോകുന്ന പ്രശ്നമുള്ളവർക്കാണെങ്കിൽ ഈ 5-ാമത്തെ ദിവസം ഹെയർ ഗ്രോത്ത് വാട്ടർ ഉപയോഗിക്കാൻ താല്പര്യം ഇല്ല എന്നാണെങ്കിൽ മുടിയുടെ ഡ്രൈനെസ് കുറയ്ക്കാൻ സഹായിക്കുന്ന പാക്ക് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. മുടിയുടെ ഡ്രൈനെസ് കുറയ്ക്കാനുള്ള 2 പാക്ക് ഞാൻ പറഞ്ഞുതരാം. അതിനകത്ത് ഏതെങ്കിലും ഒന്ന് നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് ചെയ്താൽ മതി കേട്ടോ. ഹെയർ ഗ്രോത്ത് വാട്ടർ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അത് ചെയ്യാം. അത് താല്പര്യമില്ലാത്തവർക്ക് വേണ്ടിയിട്ട്, ഡ്രൈ ഹെയറുകാർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു പാക്ക് ഞാൻ പറഞ്ഞു തരുന്നത്. നമ്മൾ അലോവേറയും തേങ്ങാപ്പാലും ഉപയോഗിച്ചിട്ട് ഒരു പാക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങളുടെ കയ്യിൽ അലോവേറ ഇല്ല എന്നാണെങ്കിൽ ചെമ്പരത്തിപ്പൂവും തേങ്ങാപ്പാലും ഉപയോഗിച്ചിട്ട് നമ്മളൊരു പാക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ 2 പാക്കിൽ ഏത് പാക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. നമ്മുടെ മുടിയുടെ ഡ്രൈനെസ് കുറയ്ക്കാനും സ്പ്ലിറ്റൻസ് വരാതിരിക്കാനും മുടി പൊട്ടിപ്പോവാതിരിക്കാനൊക്കെ സഹായിക്കുന്ന 2 പാക്കുകളാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഹെയർ ഗ്രോത്ത് വാട്ടർ അല്ലെങ്കിൽ ഈ 2 പാക്കുകളിൽ ഏതെങ്കിലും ഒന്ന് ഈ 5-ാമത്തെ ദിവസം നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഹെയർ ഗ്രോത്ത് വാട്ടർ ആണെങ്കിലും ഈ ഒരു പാക്ക് ആണെങ്കിലും ഇത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ വെറുതെ വെള്ളത്തിൽ മുടി കഴുകിയാൽ മതി കേട്ടോ. നിങ്ങൾ വേറെ ഷാമ്പൂ ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ആഴ്ചയിൽ ഒരു തവണ മാത്രമേ, ഡേ 1 മാത്രമേ നമ്മൾ ഷാമ്പൂ ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ ഇതൊക്കെ ഉപയോഗിച്ചിട്ട് വെറുതെ വെള്ളത്തിൽ നിങ്ങൾ മുടി കഴുകിയാൽ മതി. ഇനി അടുത്തതായിട്ട് വരുന്നത് ഡേ 6 ആണ്. ഡേ 6 നമുക്ക് മുടിയെ ഫ്രീ ആയിട്ട് വിടേണ്ട ദിവസമാണ്. ഡെയിലി ഹെയർ വാഷ് ചെയ്യുന്നവർക്ക് ഡെയിലി ഹെയർ വാഷ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ ഹെയർ പാക്കുകളും കാര്യങ്ങളൊന്നും ഉപയോഗിക്കാതിരുന്നാൽ മതി കേട്ടോ. പിന്നെ മോർണിംഗ് ഹെയർ കെയറും നൈറ്റ് ഹെയർ കെയറും നിങ്ങൾ കാര്യമായിട്ട് തന്നെ ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ നമുക്ക് അടുത്തായിട്ട് വരുന്നത് ഡേ 7 ആണ്. അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് അത്യാവശ്യം ഒരു ഹെവി ആയിട്ടുള്ള ഒരു പാക്ക് സെലക്ട് ചെയ്യാം കേട്ടോ. നമ്മൾ ഇത്രയും ദിവസം ഇപ്പോൾ ചെയ്ത പാക്കുകളെല്ലാം തന്നെ ലൈറ്റ് ആയിട്ടുള്ള പാക്കുകളാണ്. ഹെവി ആയിട്ടുള്ള ഒരു പാക്കുകൾ നമ്മൾ ഈ ദിവസങ്ങളിൽ നമ്മൾ സെലക്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഇന്നത്തെ ദിവസം 7-ാമത്തെ ദിവസം നമ്മളൊരു പ്രോട്ടീൻ പാക്ക് ചെയ്യുന്നതായിരിക്കും നമ്മുടെ മുടിക്ക് ഏറ്റവും നല്ലത് കേട്ടോ. ഞാൻ എപ്പോഴും പറയല്ലേ, നമ്മൾ ആഴ്ചയിൽ ഒരു തവണ നമ്മൾ പ്രോട്ടീൻ പാക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് എന്താ പറയുക, ഹെൽത്തി ആയിട്ടുള്ള ഒരു ഹെയർ ഗ്രോത്ത് ഉണ്ടാവാനായിട്ട് നന്നായിട്ട് സഹായിക്കുന്നുണ്ട്. പ്രോട്ടീൻ പാക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ മുട്ട ഉപയോഗിച്ചിട്ടുള്ള പാക്കാണ് നമ്മൾ കൂടുതലായിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് മുട്ട ഉപയോഗിച്ചുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു പാക്ക് ഞാൻ പറഞ്ഞുതരാം. അത് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ ചെയ്തിട്ടുള്ള കെരാറ്റിൻ പാക്കുകളിൽ ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. നമ്മൾ ഒരുപാട് കെരാറ്റിൻ പാക്കുകൾ വീഡിയോസ് ചെയ്തിട്ടുണ്ട്, പ്രോട്ടീൻ പാക്കുകൾ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ മുട്ട ഉപയോഗിച്ചുള്ള സിമ്പിൾ ആയിട്ടുള്ള പാക്ക് എന്ന് പറയുന്നത് വേറെ ഒന്നുമില്ല. മുട്ടയുടെ വെള്ളം എടുക്കുക, അതിനകത്തേക്ക് ഒരു 2 സ്പൂണോ അല്ലെങ്കിൽ 3 സ്പൂണോ തൈര് ചേർത്തിട്ട് നന്നായിട്ട് അടിച്ചെടുത്തിട്ട് കുറച്ച് ഓയിൽ മുടിയിൽ തേച്ചിട്ട് നമ്മുടെ സ്കാൽപ്പിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കഴുകിക്കളയുക. ഇതാണ് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള പ്രോട്ടീൻ പാക്ക്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കെരാറ്റിൻ പാക്കിൽ ഏത് കെരാറ്റിൻ പാക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. നല്ല റിസൾട്ടാണ് കേട്ടോ. മുടിയുടെ ടെക്സ്ചറൊക്കെ മാറ്റിയെടുക്കാനായിട്ട് കെരാറ്റിൻ പാക്ക് നന്നായിട്ട് സഹായിക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്കിപ്പോൾ ഈ പറഞ്ഞ റുട്ടീൻ്റെ ഇടയിൽ നിങ്ങൾക്കിപ്പോൾ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ഉണ്ട്, ഫംഗ്ഷനൊക്കെ പോകുന്നതിൻ്റെ തലേ ദിവസമൊക്കെ ചെയ്ത് കൊടുക്കാനാണെങ്കിൽ നമ്മുടെ കെരാറ്റിൻ പാക്കുകൾ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്ന ദിവസം ഈ പാക്കാണ് അജി പറഞ്ഞിരിക്കുന്നത്, അപ്പോൾ ഇത് തന്നെ ചെയ്യണം അങ്ങനെയൊന്നും ഇല്ലാട്ടോ. ഇപ്പോൾ എന്തെങ്കിലും ഒരു പെട്ടെന്ന് പുറത്തേക്ക് പോകണം, ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ മുടി ഭംഗിയായിട്ടൊക്കെ കിടക്കണം എന്നുണ്ടെങ്കിൽ കെരാറ്റിൻ പാക്കുകളൊക്കെ സെലക്ട് ചെയ്ത് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ നമ്മുടെ റുട്ടീനിൽ പറയുകയാണെങ്കിൽ 7-ാമത്തെ ദിവസം നിങ്ങൾ കെരാറ്റിൻ പാക്ക് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ നിങ്ങളിപ്പോൾ മുട്ട ഉപയോഗിക്കാത്തവരൊക്കെ ആണെങ്കിൽ നമുക്ക് എന്തായാലും പ്രോട്ടീൻ പാക്ക് മുട്ട ഉപയോഗിച്ചിട്ട് ചെയ്യാൻ വേണ്ടി പറ്റൂലല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഉഴുന്നിൻ്റെ പാക്കില്ലേ, ഉഴുന്ന് ഞാൻ മുട്ട ഉപയോഗിച്ചിട്ടും ചെയ്തിട്ടുണ്ട്, മുട്ട ഉപയോഗിക്കാതെയും ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഉഴുന്നും തേങ്ങയും ഉപയോഗിച്ചിട്ട് ഒരു പാക്ക് ചെയ്തിട്ടുണ്ട്. അന്നത്തെ ദിവസം നിങ്ങൾക്ക് ആ പാക്ക് സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ ഉലുവത്താളി, പിന്നെ കരിഞ്ജീരകം താളി, ഉലുവ ജെല്ല്, ഇത് നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഉലുവ ജെല്ലൊക്കെ ഏറ്റവും നല്ലതാണ് കേട്ടോ. ഇത് പ്രോട്ടീൻ പാക്ക് ഉപയോഗിക്കാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ഉലുവ ജെല്ല് ഉപയോഗിക്കാം, ഉലുവത്താളി ഉപയോഗിക്കാം. പിന്നെ കരിഞ്ജീരകം പൊടിച്ചിട്ടിട്ട് കഞ്ഞിവെള്ളത്തിലിട്ട് കഞ്ഞിവെള്ളം താളി, കരിഞ്ജീരകം താളി എന്നിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ പാക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഉഴുന്നും തേങ്ങയും ഉപയോഗിച്ചിട്ടുള്ള പാക്ക്. ഇത് ഞാൻ എല്ലാ പാക്കുകളും കൂടി പറയുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവുന്നുണ്ടോ എന്ന് എനിക്കറിയാം. പിന്നെ നമ്മൾ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അറിയാം ഏത് പാക്കാണ്. ഞാൻ ഒരു ഓരോ ഇൻഗ്രീഡിയൻസിന്റെ പേര് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഏത് പാക്കാണ് പറയുന്നതെന്നുള്ളത്. അപ്പം 7-ാമത്തെ ദിവസം പ്രോട്ടീൻ പാക്ക് ചെയ്യുക. പ്രോട്ടീൻ പാക്ക് മുട്ട ഉപയോഗിക്കാൻ പറ്റാത്തവരാണെങ്കിൽ ഞാൻ പറഞ്ഞു തന്ന ഈ പാക്കുകളുണ്ടല്ലോ, അത് നിങ്ങൾ ഉപയോഗിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ പിന്നെ ഹെയർ കെയർ റുട്ടീൻ എന്ന് പറയുന്നത്. അപ്പോൾ 7 ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ 8-ാമത്തെ ദിവസം നമ്മൾ മുടിയിൽ ഒന്നും ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. മുടിയെ ഫ്രീ ആയിട്ട് വിടാം. മോർണിംഗ് ഹെയർ കെയറും നൈറ്റ് ഹെയർ കെയറും നിങ്ങൾ ചെയ്താൽ മതി. പിന്നെ 9-ാമത്തെ ദിവസം നമ്മൾ ഡേ 1 എന്താണോ ചെയ്തത് അതാണ് നമ്മൾ 9-ാമത്തെ ദിവസം ചെയ്ത് കൊടുക്കേണ്ടത്. മുടിയിൽ ഇപ്പോൾ ഒരാഴ്ചയായാലോ നമ്മൾ മുടിയിൽ നന്നായിട്ട് ഓയിലൊക്കെ തേച്ചിട്ട് പിന്നെ കുറച്ച് ഓയിലല്ലേ നമ്മൾ തേച്ച് കൊടുക്കുന്നുള്ളൂ.
അപ്പം മുടിയിൽ നന്നായിട്ട് ഓയിൽ തേച്ചിട്ട് കെമിക്കൽ ഷാമ്പു ഉപയോഗിച്ചിട്ട് മുടി നന്നായിട്ട് ക്ലീൻ ചെയ്യുക. പിന്നെ ഡേ 2 എന്താണോ ഡേ 3 എന്താണോ പറഞ്ഞത് അത് തന്നെ നിങ്ങൾ ഫോളോ ചെയ്യുക കേട്ടോ. ഇതാണ് ഒരു ഹെയർ കെയർ റുട്ടീൻ. ഈ ഒരു കറക്റ്റ് എന്താ പറയുക ഓർഡറിൽ തന്നെയാണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞു തന്ന പാക്കുകൾ തന്നെ ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. ഞാൻ പറഞ്ഞു തന്ന പാക്കുകൾ നിങ്ങളുടെ മുടിക്ക് പറ്റില്ല എന്നാണെങ്കിൽ അതിന് പകരമായിട്ട് വേറെ പാക്ക് സെലക്ട് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഹെവി ആയിട്ടുള്ള പാക്കുകൾ ഡെയിലി ചെയ്യുന്നത് നല്ലതല്ല. ലൈറ്റ് ആയിട്ടുള്ള പാക്കുകൾ മാത്രമേ ഈ ഒരു മഴക്കാലത്ത് നിങ്ങൾ സെലക്ട് ചെയ്യാൻ പാടുള്ളൂ. ഞാൻ ഈ പറഞ്ഞു തന്ന ഈ ഒരു ഓർഡർ ഉണ്ടല്ലോ, ഈ ഒരു ഓർഡറിൽ തന്നെ നിങ്ങൾ ഫോളോ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും കൺഫ്യൂഷൻ ഉണ്ടാവും എന്ന് എനിക്കറിയാം. ഞാൻ അറിയാലോ, ഞാൻ കുറച്ച് സ്പീഡിലാണ് സംസാരിക്കുക. അപ്പൊ എന്തായാലും ഞാൻ ഈ പാക്കുകളുടെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു കൺഫ്യൂഷൻ മാറി കിട്ടും. പാക്ക് തയ്യാറാക്കുന്നതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും അതിൽ ഞാൻ വീഡിയോയിൽ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടാവും. പിന്നെ അതിലും എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റിലൂടെ ചോദിച്ചാൽ മതിയിട്ട് ഞാൻ ഉറപ്പായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ പറ്റുന്നത് പോലെ ഈ ഒരു റുട്ടീൻ നിങ്ങൾ ഫോളോ ചെയ്ത് നോക്കുക. ഞാൻ ഒന്നും കൂടി എടുത്തു പറയുകയാണ്, ഇന്ന ദിവസം ഇന്ന പാക്ക് തന്നെ ചെയ്യണം അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ ആഴ്ചയിൽ ഒരു 2-3 ദിവസം പാക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല, വെറുതെ വെള്ളത്തിൽ മുടി കഴുകുക, അങ്ങനെയൊന്നും ഒരു പ്രശ്നമില്ലാട്ട് നമ്മുടെ മുടിക്കൊന്നും അങ്ങനെയൊന്നും സംഭവിക്കില്ല. ഇങ്ങനെ ഫോളോ ചെയ്യാൻ പറ്റുന്നവർ ഫോളോ ചെയ്യുക, അല്ലെങ്കിൽ പറ്റുന്നത് പോലെ നിങ്ങൾ ഫോളോ ചെയ്യുക കേട്ടോ. അപ്പൊ ഞാനിപ്പോൾ റുട്ടീനൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ മഴക്കാലത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളത് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. പിന്നെ സ്കൂൾ ഹെയർ കെയർ റുട്ടീൻ ഉണ്ടല്ലോ, അത് ഞാൻ അടുത്ത വീഡിയോയിൽ എന്തായാലും ഞാൻ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യുന്ന എനിക്കറിയാം, അതുകൊണ്ടാണ് എടുത്തെടുത്ത് പറയുന്നത്. പിന്നെ മുടി അളന്ന് വെച്ചിട്ടുള്ളവർ റിസൾട്ട് പറയാൻ മറക്കരുത്. എന്താണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും നിങ്ങളുടെ റിസൾട്ട് നിങ്ങൾ ജെന്യുവൻ ആയിട്ട് എന്തായാലും കമന്റിലൂടെ പറയണം. ഞാൻ എന്തായാലും നോക്കൂ കേട്ടോ. അപ്പൊ എന്തായാലും പറയണം. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ് ഉള്ളത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് നമുക്കിനി അടുത്ത ദിവസം കാണാം.